ഞങ്ങൾ പലരും പാട്ടുകാർ അനാഥരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖം. കാരണം ഞങ്ങളെല്ലാവരും ഒരു ഏർലി 80s പാടി തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ പാട്ടുകളാണ് ഞങ്ങളുടെ ഗൈഡ് ലൈൻസ്. ദാസേട്ടൻ, ജയേട്ടൻ. ഞങ്ങളുടെ ഒരു പ്രധാന ഗുരു മൺമറഞ്ഞു. ജനുവരിയുടെ നഷ്ടം ആണ് ഇത്, എല്ലാ രീതിയിലും. അതെ, ഈ വോയിസ് സിങ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പാട്ട്, ഒരു ട്യൂൺ പറഞ്ഞു കൊടുത്തു, ആ ട്യൂണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം പാടുക. ബട്ട് വോയിസ് വിൽ സിങ്. അതാണ് ജയേട്ടൻ, യേശുദാസ്, സുശീലാമ്മ, ഇവരുടെയൊക്കെ ഒരു ക്വാളിറ്റി. അല്ലാതെ പാട്ടിൻ്റെ വെളിയിലിറങ്ങി വേറെ കുറേ സംഗതികളിട്ട് അതല്ല. അവരുടെ വോയിസ് മാത്രം, വേറൊന്നും വേണ്ട അവർക്ക്. എൻ്റെ ഭാര്യയുടെ വീട് പത്രിപ്പാല ആണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ ജോലി ചെയ്യുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞാനൊരു ബസ്സിൽ, KSRTC ബസ്, അതോ പ്രൈവറ്റോ, പത്രിപ്പാലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ബാക്ക് ഡോർ വഴി കയറി. അപ്പോൾ ഫ്രണ്ടിൽ ഒരാളെ, ഇത് നല്ല പരിചയം, ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കാണാം. ഞാൻ നോക്കിയപ്പോൾ ജയേട്ടൻ ഇതിനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ കൂടി പോയി ജയേട്ടൻ, ചേട്ടാ വേണു, ഞാനേ വടക്കാഞ്ചേരിയിൽ നല്ല ചിപ്സ് കിട്ടും, മേടിക്കാൻ വരികയാണ്. ഈ സോ സിമ്പിൾ. ഫുഡ് ആൻഡ് മ്യൂസിക്, ഇത് രണ്ടും മാത്രമേ ജേട്ടന് താല്പര്യമുള്ളൂ. നല്ല ദോശ, നല്ല ഇഡ്ഡലി, പാട്ട്, ഈ 3 കാര്യം അത്രയേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒന്നിനി ശ്രുതി താഴ്ത്തി, അതൊരു ലൈറ്റ് സോങ്ങാണ്. പിന്നെ ഒരുപാട് ഫിലിം സോങ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. രാസാത്തി ഉണ്ട്, നിൻമണി അറയിലെ ഹർഷബാഷ്പം തൂകി, മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി, ഏകാന്തപഥികൻ, ഞാൻ, നിറയെ പാട്ടുകളുണ്ട്, ഒരുപാടെണ്ണം. അല്ല, ഈ ഒരു വർഷം നഷ്ടത്തോടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതും മലയാള സംഗീതത്തിന് ഒരിക്കലും നികത്താൻ ആവാത്ത ഒരു വലിയൊരു ലോസാണ്.